എന്താ 4x പ്ലസ് ഡി ടിക്ക് പകരം എന്ത് കൊടുക്കാം നമുക്ക്? ആ 2dt ഇന്റഗ്രൽ ഓഫ് 2dx. ഇതിന് നമുക്ക് എങ്ങനെ ടി റേസ്റ്റ് 1/2 എന്ന് എഴുതാലോ. 2 എടുത്ത് പുറത്തിടും. അപ്പൊ എങ്ങനെ ഇന്റഗ്രൽ ഓഫ് അഖിലേതായി മാർക്കർ രണ്ടും രണ്ട് മാർക്കറും തീരും. മാർക്കർ വേറെ അല്ലെ ഫില്ല് ചെയ്യാനുള്ള ഉണ്ടെങ്കിൽ അപ്പൊ ഇന്റഗ്രേഷൻ എന്ത് വരും? 2dt റൂട്ട് ടി എന്ന് വരും. മനസ്സിലായോ അയാൾക്ക്? അക്കിന് മനസ്സിലായടാ? ഏതാ ഇത്രയും മനസ്സിലായി? ഇനി ഞാൻ പറഞ്ഞുതരാം. ആബിരാൻ പറഞ്ഞു കൊടുക്കും. അതായത് നോക്കിക്കേ, 4x പ്ലസ് ടി എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഈ ഒരു സാധനത്തിന് പകരം 2dt കൊടുക്കാം. ഇതെന്ത് വരാം? റൂട്ട് ഓഫ് ഇതിനല്ലേ നമ്മൾ ടി കൊടുത്ത, റൂട്ട് ടി എന്ന് കൊടുക്കാം. ഇതിന് ടി കൊടുത്ത്, അപ്പൊ അതിന് പകരം റൂട്ട് ടി ഇൻറ്റു പിന്നെ 2dt കൊടുക്കാം. എന്നിട്ട് അതിന് ഇന്റഗ്രേറ്റ് ചെയ്യാം. റൂട്ട് ടി നമുക്ക് എങ്ങനെ എടുക്കാം? ടി റേസ്റ്റ് 1/2 എന്ന് എടുക്കാം. അതിന് ഇന്റഗ്രൽ എന്താ? ടി റേസ്റ്റ് 1/2 3/2. അപ്പൊ ഇതിന് പകരം ഞാൻ 2dt ലാസ്റ്റ് ചെയ്താൽ മതി. എന്താണ് തെളിയിക്കാണ്ടിരിക്കാനാണോ പോയത്? ഇനി അവിടെ ഇവിടെയൊക്കെ പോയാൽ നീ തന്നെ കുറച്ചതാണ് കേട്ടോ. നിറച്ചതല്ലേ ഇത്? നീ എന്ത് ഇന്നത്തെ എക്സാം പോയത്? ഇപ്പൊ ഒന്നല്ലടാ, ഇനി വരാൻ നടക്കുന്നത്. അവരങ്ങനെ ഇടുള്ളൂ ക്വസ്റ്റ്യൻസ്. ഇത്രയും വൃത്തിയായിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുള്ളൂ ഈ എക്സാമിന്. കാരണം നിങ്ങൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിട്ടാ. ഈ 2 ചാപ്റ്ററിൽ ഒതുങ്ങിക്കണമല്ലോ എക്സാം. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. അപ്പൊ ഇതെന്ത് ചെയ്യും? അപ്പൊ നോക്കിക്കേ, ഇതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? dt കൊടുത്തല്ലോ. ആ dt ഞാൻ ഇവിടെ എഴുതി. 2dt 2 ഫ്രണ്ടിൽ എഴുതി. ഈ സാധനം എന്താ? റൂട്ട് ടി എഴുതി. അപ്പൊ ഇന്റഗ്രൽ ഓഫ് 2 എടുത്ത് കൊടുത്തിട്ട് ഇന്റഗ്രൽ ഓഫ് റൂട്ട് ടി dt എന്നായി. റൂട്ട് ടി ഇന്റഗ്രൽ എന്താ? ടി റേസ്റ്റ് 1/2 എഴുതുക അല്ലെ? അതിനാ ഇന്റഗ്രൽ ഓഫ് ടി റേസ്റ്റ് 1/2. എന്റെ ഇന്റഗ്രൽ എന്താ? 2 ഇൻറ്റു ടി റേസ്റ്റ് 1/2 പ്ലസ് 1/1/2 പ്ലസ് 1. അപ്പൊ എന്താ? പ്ലസ് സി. അതെന്ത് വരും? 2 ടി റേസ്റ്റ് 3/2 ബൈ 3/2 പ്ലസ് സി. ഈ 2 ഉം കൂടി നമുക്ക് 4/3 ടി റേസ്റ്റ് 3/t പ്ലസ്. ഇനി ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ചെയ്താടാ ദേവൻ? അടുത്ത ക്വസ്റ്റ്യൻ 1/x മൈനസ് റൂട്ട് എക്സ് കേട്ടാ. 1/x മൈനസ് റൂട്ട് എക്സ്. 1/x മൈനസ് റൂട്ട് എക്സ്. അപ്പൊ അതില് 1/x മൈനസ് റൂട്ട് എക്സിന്റെ അവിടെ നിന്ന് റൂട്ട് എക്സ് കോമൺ പുറത്തെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോട്ടെ വാല്യൂ. 1/x മൈനസ് റൂട്ട് എക്സ്. അപ്പൊ ഇതിൽ നിന്ന് റൂട്ട് എക്സ്, എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് എഴുതാല. അപ്പൊ ഇതിൽ നിന്ന് റൂട്ട് എക്സ് പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം കേട്ടോ. റൂട്ട് എക്സ് മൈനസ് 1 വേണം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ കേട്ടോ.
എന്താണ് അവിടെ? ആ എന്ത് പറ്റി? ഏ കിട്ടിയാ? മനസ്സിലായ? ഡെറിവേറ്റീവ് എടുക്ക ഇവിടെ. ദേവനടുത്ത് വിളിച്ചിരിക്കണേനാ ചെയ്താ? ആ ചെയ്യുന്ന ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എന്ത് വരും? നമുക്ക് ആൻസറിൽ എന്താ കിടക്കണത്? ഡി 1/2 √x dx ആണ്. പക്ഷെ ഇവിടെ എന്താ കിടക്കണം? 1/√x ഉള്ളൂ. അപ്പൊ ഈ 2 അപ്പുറത്തോട്ട് എടുക്കുക. അപ്പൊ 1/√x dx = എന്ത് വരും? 2 dt എന്ന് വരും. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാല. ഇവിടെ ഇന്റഗ്രൽ ഓഫ് അക്കിന് ആൻസർ പറഞ്ഞ ഫൈനൽ ആൻസർ 2 log root of x minus 1 plus 3. കിട്ടിയാളോ നിനക്ക്? ക്ലാസ്സിലെടുത്ത് കഴിഞ്ഞു ആ 1 വീക്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് കഴിഞ്ഞാടാ? അക്കിൻ കഴിഞ്ഞോ? അടുത്ത ക്വസ്റ്റ്യൻ. x/√x + 4 root of x + 4 x/√of x + 4 dx. ഇതിന്ന് എന്ത് ചെയ്യണമെന്നാ? ഇല്ല, ഡയറക്റ്റ് കൊടുക്കാം. x + 4 = t കൊടുത്തിട്ട് ചെയ്യാം. x dx കൊടുക്കണം. അതായത് x + 4 = t. അപ്പൊ എന്ത് വരും ഡെറിവേറ്റീവ് എടുക്കുമ്പോ? ഇവിടെ dx ആവൂലേ? ആ സാധാരണ നമ്മൾ അങ്ങനെയല്ലേ ചെയ്തോണ്ടിരുന്ന വെച്ചാ. അപ്പൊ ഇപ്പുറത്ത് എന്താവും? dt/dx ആവും. അപ്പൊ 1 = dt/dx. ഈ dx ഇപ്പുറത്തോട്ട് എടുക്കാൻ പറ്റില്ലേ? നിക്ക് t-4 ആയിട്ട് എടുക്കാം. മനസ്സിലായോ? അപ്പൊ dx = ഒന്നുകൂടി പറഞ്ഞാൽ എടാ ശ്രദ്ധിച്ചേ. നമ്മൾ x + 4 = t എടുത്ത് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ? എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1. ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ല എടുക്കണം. അപ്പൊ ഇവിടെ dt/dx ആവും. dx ഇപ്പുറത്തോട്ട് എടുത്തപ്പോ എന്താ? dx ഉം dt യും സെയിം ആണെന്ന് കിട്ടി. ഇനി നമുക്ക് അപ്പോ ഈ dx പകരം നമുക്ക് ആരെ കൊടുക്കാം? ഇന്റഗ്രൽ ഓഫ് dt കൊടുക്കാം അല്ലെ? dt. പിന്നെ ഈ എക്സിന് പകരം നമുക്ക് x = t - 4 എന്ന് കൊടുക്കാം കേട്ടോ.
അപ്പൊ എക്സിന് പകരം എന്താ കൊടുക്കുക? t-4 കൊടുക്കുക. dx = dt ആണല്ലോ. മനസ്സിലായോ? അപ്പൊ എങ്ങനെ വരും? നിനക്ക് മനസ്സിലായടാ? അല്ല എന്താ നീ പറഞ്ഞു? മിസ്സെന്നാണോ എസ്സെന്നാണോ? ഞാൻ കേട്ടാ മിസ്സെന്നാ. t-4 അടിയിലത്തെ എന്താവും അഭിരാം? അടിയിലത്തെ √(x-4) എന്താവും? എക്സിന് പകരം എന്ത് കൊടുക്കണം ഞാൻ പറഞ്ഞ? t-4. അപ്പൊ എന്താവും അടിയിലത്തെ? അപ്പൊ എന്ത് വരും ചോദിച്ചാൽ അടിയിലത്തെ ടേം എക്സിന് t-4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? റൂട്ട് റൂട്ട് പറഞ്ഞില്ലല്ലോ. അടിയിലത്തെ ടേം എന്ത് വരുന്ന ചോദിച്ചാൽ എന്റെ അടുത്ത്. ഇനി ഇത് ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യാട്ടോ. നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഓഫ് t/t⁻² മൈനസ് 4/t⁻² എന്ന് എഴുതാലോ. dt. എന്നിട്ട് t⁻² മുകളിലോട്ട് എടുക്കുക. എന്നിട്ട് അത് സിംഗിൾ ടേം ആക്കിയിട്ട് ഡെറിവേറ്റീവ് എടുക്കാം കേട്ടോ. മുകളിലോട്ട് പോകുമ്പോ എന്ത് വരും? ഇന്റഗ്രൽ ഓഫ് t⁻² ക്ലാസ്സിൽ ഈ മെത്തേഡൊക്കെ തന്നെയാണ് ചെയ്യിക്കുന്നത് നിങ്ങളാ സബ്സ്റ്റിറ്റ്യൂഷനും. എന്നിട്ട് നിങ്ങൾ മറന്നു പോകണല്ലോ ഇപ്പൊ ചെയ്യുമ്പോ. എവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടാ? ഇതാ, ഇത് t⁻1 അല്ലേ? ഇത് മുകളിലോട്ട് പോകുമ്പോ 1 - 1/2 എന്നാവും കേട്ടോ. 1 - 1/2 എന്താ? 1/2 തന്നെ. 4 കോമൺ വെച്ചാൽ 4 എടുത്തപ്പോ കോമൺ കോൺസ്റ്റന്റ് ആണ് കൊടുത്തിട്ട്. എന്നിട്ട് ഈ t⁻1/2 മുകളിലോട്ട് എടുത്തപ്പോ -1/2 ആയി. ഇനി എന്ത് ചെയ്യും? ദേവൻ പറഞ്ഞ അടുത്ത സ്റ്റെപ്പ് ഇന്റഗ്രേറ്റ് ചെയ്യണം. എങ്ങനെ? അങ്ങോട്ട് പിരിക്കൂന്നാ. ഇതിന്റെ ഇന്റഗ്രൽ എന്താ പറഞ്ഞടാ? ഇതിന്റെ t⁻1/2 പ്ലസ് 1 1/2 പ്ലസ് 1 മൈനസ് അക്കിയും പറഞ്ഞെടുത്തത് 4 ഇൻറ്റു t⁻−1/2 പ്ലസ് 1 അതെന്താ? 1/2 ബൈ അപ്പൊ 1/2 ഫൈനൽ ആൻസർ എന്ത് കിട്ടിയടാ? ഇതല്ലേ യുടെ വാല്യൂ ഇട്ടാ ചെയ്താടാ? കിട്ടിയാടാ? അത്രി അടുത്ത ക്വസ്റ്റ്യൻ കേട്ടാ. x³ -1 (1/3) x⁵. ഇപ്പൊ ചെയ്ത പോലെ തന്നെ x³ -1 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം കേട്ടോ. തന്നെ ചെയ്യുന്നിട്ട് നമുക്ക് ഓരോരുത്തർ വിളിച്ച് ചെയ്യിക്കാം. എടുത്ത് വായിച്ചോട്ടെ.
എക്സ് ക്യൂബ് -1 കൊടുത്താ അപ്പൊ 3x² dx is equal to dt എന്ന് വന്നു. 3x² ഡയറക്റ്റ് കൊടുത്തു. എക്സ് ക്യൂബിന് നമുക്ക് x⁵ എക്സ് ക്യൂബിന്റെ ആ ഇവര് ഇതിൽ ചെയ്തേക്കുന്നത് എന്താണ്? എക്സ് ക്യൂബ് x⁵ സ്പ്ലിറ്റ് ചെയ്താ x⁵ എക്സ് ക്യൂബ് ഇൻറ്റു x² എന്നാക്കി. ഇങ്ങനെ ഏതെങ്കിലും കിട്ടുന്ന നോക്കിക്കേ. dx equal to dt by 3x². Substitute ചെയ്യുമ്പോൾ x⁵ x² cancel x cube ആയി മാറും. x cube equal to t plus 1. നീ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യണത്. x cube minus 1 equal to t. x cube equal to t plus 1. x cube equal to t plus 1. t plus 1. അത് dt dx ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x⁵ cancel ആകുമ്പോൾ x cube ആകും. x cube equal to t plus 1 substitute. അങ്ങനെ വരുന്നുണ്ടോ? നോക്കട്ടെ. ഇന്റഗ്രൽ ഓഫ് dx 3x² വരല്ലേ നീട്ടത്? x² dx is equal to dt by 3. അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. dx equal to dt by 3x². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മനസ്സിലായില്ല. dx equal to dt by 3x². അത് ഇവൻ പറഞ്ഞ dx is equal to dt by 3x². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അത് t⁵ to x⁵ into അതായത് x³ -1 whole raised to 1 t raised to 1/3 into x⁵. അങ്ങനെ എഴുതാമോ നമുക്ക്? മൊത്തം ടൈംസ് ടീമിലോട്ടാക്കണ്ടേ? കട്ട് ചെയ്ത് കളയാൻ. dt by 3x². ഇതും കട്ടാവും. എക്സ് ക്യൂബിന് പകരം t plus 1 കൊടുക്കാം. അത് ഇവർക്ക് കൺഫ്യൂഷൻ ആവൂലേ കുറച്ചും കൂടി? എടാ ഇത് നോക്കിക്കേ. ഫസ്റ്റ് നമ്മൾ എന്തിനാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്? ഇവിടെ നമ്മൾ dx is equal to dt by 3x² എന്ന് എഴുതി. ഇവിടെ x³ -1 നമുക്ക് എങ്ങനെ എഴുതാം? t raised to 1/3 എന്ന് എഴുതി. ഇനി x⁵ അവിടെ നിൽക്കട്ടെ, അത് ഞാൻ അങ്ങനെ തന്നെ എഴുതിയിട്ട് ഈ dx-ന് പകരം ഞാൻ എങ്ങനെ എഴുതി? dt by 3x² എന്ന് എഴുതി. അപ്പൊ എന്താ? ഇൻറ്റു dt by 3x². അപ്പൊ ഇവിടെ നിന്ന് x² ഇവിടത്തെ ഒരു സ്ക്വയറും കൂടി കട്ടായി. അപ്പൊ ഇവിടെ എന്തായി? x³ എന്നായി. അപ്പൊ എന്തായി? ഇന്റഗ്രൽ ഓഫ് t 1/3 x³ പകരം നമുക്ക് എന്ത് ചെയ്താ? ഇവിടെ x³ എന്ന് പറഞ്ഞ ടേം ഉണ്ടല്ലോ. അപ്പൊ ഇതിൽ നമുക്ക് x³ equal to t plus 1 എന്ന് എഴുതാലോ. അപ്പൊ എല്ലാ ടേംസും എന്തില്ലായി? ടിയിലായില്ലേ? t raised to 1/3 t plus 1 dt. ഇനി ബ്രാക്കറ്റ് തുറക്കാട്ടോ. ബ്രാക്കറ്റ് തുറക്കുമ്പോ എന്ത് വരും? ഇന്റഗ്രൽ ഓഫ് t raised to 1/3 plus 1 plus t raised to 1/3 dt. ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാ അവിടെ. അല്ല, ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യണം അടുത്ത സ്റ്റെപ്പിൽ കേട്ടോ. എന്താ പറ? ബൈ 2 മനസ്സിലായോ? അതേ ചോദിക്കാൻ
പിന്നെ നീ അവിടെ എന്താ പറഞ്ഞോണ്ടിരിക്കണം? ആ മനസ്സിലായാന്ന് ചോദിച്ച. ആ എവിടെ മനസ്സിലാകാത്ത പറ. എവിടത്തെ അവിടെ ഇതാണോ? ഇവിടെ നോക്കിക്കേ, ഇതിന് എന്ത് കൊടുത്ത്? t⁻1/3 കൊടുത്തു. x⁵5ന് x⁵5 തന്നെ കൊടുത്തു. ഈ dxന് പകരം നോക്കിക്കേ dt/3x² കൊടുത്ത്. അപ്പൊ ഈ സ്ക്വയറും ഈ x⁵5 ഒരു സ്ക്വയർ ഉണ്ടല്ലോ അതും കൂടി കട്ടായപ്പോ x³ ആയി. x³ dt എന്ന് വന്നു. ഞാൻ കഴിയുമ്പോ ചെയ്യിക്കൂട്ടാ. ഇവിടെ വിളിച്ചു. പിന്നെ t⁻1/3 എന്തായി? ഈ x³ പകരം നമുക്ക് എന്ത് ചെയ്താം? x³ = t+1 എന്ന് എഴുതാലോ. അപ്പൊ x³ പകരം ഞാൻ t+1 dt എന്ന് എഴുതി. ഇനി അകത്തോട്ട് മൾട്ടിപ്ലൈ ആ x³ ഇവിടെ നിന്ന് x³ - 1 = t എന്നല്ലേ എഴുതിയത്. അതിന് x³ = t+1 എന്ന് എഴുതാലോ. അപ്പൊ t⁻1/3 t+1 dt. ഇനി അടുത്ത് നോക്കിക്കേ, ഇനി അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് t⁻1 ആണല്ലോ. അപ്പൊ t⁻1/3 + 1 + t⁻1/3 dt ആയി. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. 1/3 + 1 എന്താടാ? 1/3 + 1 1/3 + 1 ഫൈനൽ ആൻസർ എന്താ? ഒറ്റൊരു ആൻസർ ആടാ, ഒറ്റ വേർഡ്. എല്ലാം ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് പറഞ്ഞേ. x³ - 1 1/3 divided by 28 plus 3. ഇതിന്റെ ആൻസർ 1/18 t² + c. നിനക്ക് എന്താ കിട്ടിയ? ഇതിൽ അവര് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് ലാസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണ്ട, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താ ന്യൂമറേറ്റർ 20 ന്യൂമറേറ്ററിൽ 1 വരുന്നുള്ളൂ ഇവിടെ. ഫൈനൽ ആൻസർ 1/18 t² + c. ഇതിനുള്ള സോറി 1/7 x³ - 1 4⁻⁷ + 1/4 x³ - 1 4⁻⁴ + c. എന്താ കിട്ടിയത്? നിനക്ക് അത് തന്നെയാണോ കിട്ടിയ? നിനക്ക് കിട്ടിയാടാ? ഇനി ഇത് കാണിക്കണ്ടല്ലോ. ഇവിടെ ഒരു 1/3 ഉണ്ട് കേട്ടോ, അത് ഞാൻ പുറത്തോട്ട് ഇട്ടിട്ടുണ്ട്. അല്ലടി ഈ 3 അത് പോവില്ല. അത് ഞാൻ കേട്ടില്ല നീ ചോദിച്ചത്. എന്താ 1/3 പുറത്തുണ്ട്, ഒരു 1/3 വരുന്നുണ്ട്. കിട്ടിയാടാ ആൻസർ? എവിടെ കാണിച്ച്? ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേ. ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടി എന്തായിരുന്നു? x³ - 1 അല്ലേ? എടാ അടുത്ത ക്വസ്റ്റ്യൻ. x² / 2 + 3x³ whole⁻³ ട്ടോ. എടാ ടെക്സ്റ്റ് ഒന്ന് തരാമോ? ക്യൂബ് ഇതും ക്യൂബ് ഇതും ക്യൂബ്. അത് പെട്ടെന്ന് കിട്ടും. ക്വസ്റ്റ്യൻ 2 + 3x³ t കൊടുക്കാം കേട്ടോ. അപ്പൊ ഇവിടെ x² ആണ്, നമുക്ക് ഇവിടെ dt/9 വരെ.
ഡയറക്റ്റ്. ഇന്റഗ്രേറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്തു. ദേവൻ ആദ്യമായിട്ട് കാണുന്ന പോലെയാണല്ലോ ഇരിക്കണത് ഇതൊക്കെ. അപ്പൊ ദേവന് ഈസി ആയിരിക്കും. കിട്ടിയാടാ? പക്ഷെ ആദ്യമായിട്ട് കാണുന്ന പോലെയല്ല ഇരിക്കണത്. ചെയ്തിട്ടൊന്ന് ഫൈനൽ ആൻസർ പറഞ്ഞു. അഭിരാം എങ്ങനെയാണ് ക്ലാസ്സില്? ഇപ്പൊ ആൻസർ ഒക്കെ വിളിച്ചു പറയണ്ട, കഴിഞ്ഞല്ലേ? എന്താ dx by x square minus a square a square minus x square. ഫൈനൽ ആൻസർ പറഞ്ഞേ. കിട്ടിയ ഫൈനൽ ആൻസർ എന്താ കിട്ടിയ? ഇത് അടുത്ത ക്വസ്റ്റ്യൻ. എടാ നിനക്ക് എത്ര ഫൈനൽ ആൻസർ കിട്ടിയത്? എന്താ കിട്ടിയെന്ന് പറഞ്ഞു. -1/80 അല്ലേ? 1/80 ഇൻറ്റു ടി വരുന്നില്ല ഇവിടെ. ടീയുടെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താ ഇതിനെ വേണേ താഴത്തോട്ട് ഇറക്കിക്കോ. മൈനസ് ആയിട്ടല്ല, നമുക്ക് പ്ലസ് ആയിട്ട് എടുക്കാം. ആൻസർ ശരിയാണ് കേട്ടോ. എടാ ഫൈനൽ ആൻസർ ഇതാണ് വരണത്. ചിലർക്ക് മുകളിലായിരിക്കും ഇത് കിടക്കണത്, കുഴപ്പമില്ല കേട്ടോ. ഇത് അടുത്ത ക്വസ്റ്റ്യനാ. അത് അടുത്തത് ലോഗ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഉള്ളിൽ കിടക്കണം. അക്കിന് കിട്ടിയാ? വേണമെങ്കിൽ കൊണ്ടുപോയാൽ മതി താഴത്തോട്ട് കേട്ടോ. ആ മൈനസ് കിടക്കണൊക്കെ മാറ്റാൻ വേണ്ടി കുറച്ചും കൂടി അതാ താഴ്ത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതിന് എക്സ് ലോഗ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം കേട്ടോ. ഇതൊക്കെ വല്ല 2 മാർക്കിന് ചോദിക്കും. ഇതൊന്നും ചോദിക്കൂല. വേറെ ഇതുപോലത്തെ ഇതൊന്നും ചോദിക്കൂല. ഇങ്ങനെ ചോദിക്കണേ ഫുൾ മാർക്ക് മേടിക്കുമല്ലോ. അവരൊക്കെ വിചാരം നിങ്ങളൊക്കെ ഭയങ്കര ബുദ്ധികളാന്നടാ, അതാ പ്രശ്നം. ബുദ്ധികള് ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരെ. അപ്പൊ അവര് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. കാരണം ഇതൊക്കെ നിങ്ങൾ ചെയ്ത് 10 പ്രാവശ്യം പഠിച്ചിട്ടുണ്ടാവുന്ന അവർക്കറിയാം. സ്റ്റേറ്റ് സിലബസിനൊക്കെ ഡയറക്റ്റ് ചോദിക്കും. അതേ ക്വസ്റ്റ്യൻ തന്നെ, ഈ ടെക്സ്റ്റിലുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കും.
ഏ സ്റ്റേറ്റിൽ പോകേണ്ടതാണ്. എന്താ സ്റ്റേറ്റിൽ പോകേണ്ടതാണ് ആര് ഞങ്ങള്. സ്റ്റേറ്റ് ഇതും തമ്മിൽ എന്താ നിങ്ങക്ക് വ്യത്യാസം? അവർക്ക് കാൽക്കുലേറ്റർ ഇപ്പൊ പാടില്ല. എവിടെ അവിടെ നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കും. കാരണം എന്തല്ല ഇവിടെ ഇത്രയും പ്രഷർ അനുഭവിച്ച് അങ്ങോട്ട് പോണല്ലേ. അപ്പൊ അത് സ്വർഗമായിരിക്കും. അവിടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ഇവിടെ ലോഗ് എക്സ് പ്രശ്നം കൊടുക്കാം കേട്ടോ. dt by x होगा 1 by dx equal to dt dx में കഴിഞ്ഞ പറഞ്ഞ സ്റ്റെപ്പ് പറഞ്ഞ എന്താ പറ. ടി ഈക്വൽ ടു ലോഗ് എക്സ് ഈക്വൽ ടു ടി. പറ. അത് ലോഗ് എക്സ് ആയിട്ട് പറ. അടുത്ത സ്റ്റെപ്പ് പറ. 1 by x dx is equal to dt. ഇനി പറ. അടുത്തത് ഇതിൽ കൊണ്ടുവരാം. വൺ ബൈ എക്സ് എഴുതണ. 1 by x dx പകരം നമ്മൾ dt ചെയ്തത്. അപ്പൊ ഇനി ഇവിടെ x എഴുതണം. 1 by x dx. അപ്പൊ നോക്കിക്കേ, ഈ 1 by x ഈ dx പകരമായിട്ട് നമുക്ക് dt എഴുതാം. ഈ 1 by x ഈ dx പകരമായിട്ട് നമുക്ക് dt എഴുതാം. ബാക്കി എന്താ ഉള്ളത്? 1 by log x മാത്രമേ ഉള്ളത്. അപ്പൊ 1 by t raised to m. t raised to ഏതാ? ഇതാണോ? 1 by x dx. നോക്കിക്കേ, 1 by x dx ആണ് dt. അപ്പൊ ഇതിന് പകരം ഞാൻ ആരെ എഴുതി? dt. അത് നീ എഴുതാ അടുത്തേല് നീ എടുത്തിട്ടുണ്ടാവില്ല. കിട്ടിയ അയാൾക്ക്? ഫൈനൽ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ എക്സ് ബൈ 9 മൈനസ് 4x സ്ക്വയർ. ദേവൻ ഇങ്ങോട്ട് വന്ന് ഇവിടെ വാ. വേണ്ട ഇവിടെ വന്നോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വിളിച്ചേക്കും. അടുത്തത് എക്സ് ബൈ 9 മൈനസ് 4x സ്ക്വയർ. എക്സ് ബൈ 9 മൈനസ് 4x സ്ക്വയർ. ക്യൂബ് അല്ല, സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊടുക്കും. എന്റെ പേര് ആൽബിന. ഡിനോമിനേറ്റർ കൊടുത്താലേ കുറച്ചും കൂടി ഈസിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അതുകൊണ്ടാണ് അവർ ഡിനോമിനേറ്റർ കൊടുക്കുന്നത്. എന്നാലും ഒന്ന് ഡെറിവേറ്റീവ്. കുറച്ച് മിഡിലിൽ വെച്ച് കുറച്ച് പാടുള്ള, എന്നിട്ട് പിന്നീട് ഇങ്ങോട്ടുള്ളൊക്കെയുള്ള ഈസി ആണല്ലോ വന്നേക്കണത്. മനസ്സിലായ? ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഈസി ആയിരുന്നു, പിന്നെ കുറച്ച് പാടായിരുന്നു. ഇതില് ടെക്സ്റ്റിലിട്ടാ പിന്നെ കുറച്ച് ഈസിയർ ആയിട്ടുണ്ട്. ചോദിക്കാ എടാ, ഇതേ പാറ്റേൺസ് തന്നെ എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടിട്ടാ. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. പാറ്റേൺ തരും. ചിലപ്പോ സൈന് കോസ് ആവും, അങ്ങനത്തെ ചില വ്യത്യാസങ്ങളെ വരുള്ളൂ. എക്സ് ക്യൂബ് എക്സ് സ്ക്വയർ ആകും, എക്സ് റേസ്ഡ് 4 ആകും, അങ്ങനെ. ഇതൊന്നും ചോദിക്കില്ല ഡയറക്റ്റ്.
നിങ്ങൾ ആദ്യം ടെക്സ്റ്റ് മൊത്തം അടച്ചു വെച്ചിട്ട് എല്ലാം നോക്കിയിട്ടെ ടെക്സ്റ്റിൽ നിന്ന് തന്നെ ഒരു 5-6 ക്വസ്റ്റ്യൻ ഇടക്കുന്നൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്ന നോക്ക്. അങ്ങനെ പറ്റണ്ട. അങ്ങനെ ഒരു 10 പ്രാവശ്യം നോക്കി കഴിഞ്ഞിട്ട് പിന്നെ ഔട്ട് ഓഫ് സിലബസ് എടുത്ത് നോക്കാം. റിവിഷൻ ഒക്കെ കഴിയുമ്പോ ഓക്കെ ആവോടാ. നീ എങ്ങനെയാ ഫസ്റ്റ് നോക്കും? കിട്ടിയാ? ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എ സ്ക്വയർ മൈനസ് അതൊന്നും വേണ്ട. 9 - 4x സ്ക്വയർ ടി കൊടുക്കാം. ഫൈനൽ ആൻസർ -1/8 ലോഗ് മോഡ് 9 - 4x സ്ക്വയർ പ്ലസ് സി. കിട്ടിയാടാ? -8x. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് നോക്കിയേ. ക്വസ്റ്റ്യൻ എവിടെ? ഇതിനോടത്ത്. പിന്നെ നമുക്ക് എക്സ് ഡി എക്സിന് പകരം -dt/dt. അപ്പൊ എവിടെ വന്നു? അല്ല അത് ക്വസ്റ്റ്യൻ ഇതല്ലേ. ഇതൊക്കെ ഇട്ട് കഴിയുമ്പോ ഓക്കെ ആവട്ടെ. ഇത് ഇടണം കേട്ടോ. അപ്പൊ ഈ എക്സ് ഡി എക്സിന് പകരം നമുക്ക് എന്ത് ചെയ്താം? എക്സ് ഡി എക്സ് ഇതെന്താ? 1/2. ഇനി 1/t എന്താ? 1/xന്റെ ഇന്റഗ്രൽ എന്താ? ലോഗ് അല്ലേ? ലോഗ് ടി. കിട്ടി? അക്കിനകത്ത് തുറന്നു നോക്കണം. എത്ര കിട്ടി? അടുത്ത ക്വസ്റ്റ്യൻ e⁻²x+3. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാം. എന്തിനായിരിക്കും? ഇവന്റെ പേരുന്ന ആൽവിന അലന? ആൽവിൻ. e⁻²x+3 ഏതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും? 2x+3 ആണ് കേട്ടാടാ. 2x+3. e⁻²x+3. അഭിരാം ബോഡി ഒന്ന് ചെയ്തേത് കണ്ട? അതൊക്കെ ചെയ്തോ? അത് പോസ് ഒന്നും ആക്കണ്ട. വന്ന് ചെയ്. നിന്നെ അത് നോക്കൊന്നുമില്ല ആരും. നമുക്കവിടെ ഡി എക്സ് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ 2 കൂടെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? ആലോചിച്ച് നോക്കും. ഇത്രയും ഇങ്ങനെ അവിടെ ചെയ്തിട്ട് അത് എന്ത് ചെയ്യും? 1/2 എടുത്ത് 1/2 പുറത്തോട്ടിട്ടാ. 1/2 എടുത്ത് പുറത്തിട്. നീ ലെഫ്റ്റ് ഹാൻഡർ ആണല്ലോ. e⁻t dt കൂടെ ചെയ്ത്. dt എവിടെ പോയി? ഇനി ഇന്റഗ്രേറ്റ് ചെയ്തോ. e⁻t ഇന്റഗ്രൽ എന്താ? e⁻t ഇന്റഗ്രൽ എന്താ? ടിയുടെ വാല്യൂ തെറിച്ചു. ഇതല്ലേ കിട്ടിയത്? കിട്ടിയാ? ഇത് ചെയ്തില്ലേ? ഇല്ലടാ, വെറുതെ. കിട്ടിയാടാ? അടുത്ത ക്വസ്റ്റ്യൻ x/e⁻x ആണ്. x/e⁻x². എന്തിനു കൊടുക്കും അക്കി? x² കൊടുക്കാം. അതിന്റെ ഡെറിവേറ്റീവ് അല്ലേ എക്സ്.
ഇതിന്റെ ഡെറിവേറ്റീവ് ഏതോ ഒരു ഫംഗ്ഷൻ എടുത്തിട്ട് അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇതിലുള്ള സാധനത്തിന് കിട്ടണം. അപ്പൊ എക്സ് സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്താ? എക്സ് ആണ്. എക്സിന്റെ അത് ഉണ്ടല്ല, എക്സ് അല്ല 2x ആണ്. അപ്പൊ 2 നമുക്ക് മാറ്റാം. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എക്സ്. അപ്പൊ എക്സ് ഉണ്ടല്ലോ അതിന്റെ അകത്ത്. അപ്പൊ ആർക്ക് കൊടുക്കണം? എക്സ് സ്ക്വയറിന് കൊടുക്കണം. പറഞ്ഞേ ദേവൻ പറ. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് ആർക്കാ? എക്സ് സ്ക്വയറിന്. എക്സ് സ്ക്വയറിന് കൊടുക്കുമ്പോ നോക്കിക്കേ, എക്സ് സ്ക്വയർ ഈക്വൽ ടു ടി കൊടുത്ത്. അപ്പൊ 2 ഈ അവിടെ ഇരിക്കട്ടെടാ, തലയിലൊന്നും അല്ലല്ലോ അതിന്റെ. 2x is equal to 2x dx is equal to എന്ത് വന്ന്? dt. പക്ഷെ നമ്മുടെ ഇപ്പൊ ഇവിടെ ഇന്റഗ്രൽ ഓഫ് dx ഉണ്ട് അല്ലെ? അപ്പൊ എക്സ് ഡി എക്സിന് പകരം നമുക്ക് dt കൊടുക്കാം. പക്ഷെ ഒരു 2 ഉണ്ടല്ലോ ഇവിടെ, 2 മാറ്റണ്ടേ. അപ്പൊ എക്സ് ഡി എക്സ് is equal to dt by 2. ശരി. മൈനസ് ടി. പിന്നെ ആ മൈനസ് ടിയുടെ ഇന്റഗ്രൽ മൈനസ് വരും, ഒരു -1 അടിയിൽ വരും. കിട്ടിയാടാ? അതിന്റെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു -1 വരും താഴെ. sin 2x. I think derivative of the cos 2x ഇന്റഗ്രേഷനിൽ ബൈ താഴെ വരുള്ളൂ, -1. ഡിഫറൻസിയേഷൻ ആണെങ്കിൽ മൾട്ടിപ്ലൈ വരും, ഡിവൈഡ് ആവും. എന്താ അഭിരാമൻ ശരി? കിട്ടിയാ? ഇതിന് ആൻസർ കിട്ടിയാ? ഇതല്ല ആൻസർ. ഇനി ഇതിന് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതാണ് ആൻസർ. അത് കൊള്ളാം. ഞാനപ്പോ ആരെയും ഇപ്പൊ പഠിപ്പിച്ചോണ്ടിരുന്ന. എടാ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്. ക്വസ്റ്റ്യൻ ഒന്നും മാറിയതല്ല. ഇന്റഗ്രേഷനോ ദൈവമേ, 37 ക്വസ്റ്റ്യൻ ഉണ്ടാടാ ഇതില്. എന്നിട്ടാ നീ ഇങ്ങനെ ഇരിക്കണല്ലേ? മനസ്സിലായാ? ഇതെങ്ങനെ അക്കുന് ഇവിടെ -1 വന്നാ? ആന്നാ e⁻ ടിയുടെ ഇന്റഗ്രൽ എന്താ? e⁻t. പിന്നെ നമ്മുടെ ടിയുടെ ഇന്റഗ്രൽ കൂടെ കൂട്ടാറുണ്ട്, പക്ഷെ നോക്കണ്ട. അപ്പൊ ഇവിടെ -t ആണെങ്കിൽ -1 വരുമല്ലോ. പക്ഷെ ഇന്റഗ്രൽ ആയതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ആയിട്ടല്ലേ എഴുതാറുള്ളൂ -1. അതാണ് ഈ -1 വന്നേക്കുന്നത്. എടാ sin 2x നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോ എന്താ കിട്ടണം? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോ പറ. cos 2x into 2 അല്ലെ? into 2 എഴുതാറില്ലേ ഡിഫറൻസിയേഷനിലെ? ഇന്റഗ്രേഷൻ ആവുമ്പോ എന്ത് വരും? അത് by 2. അതേ സെയിം സാധനം തന്നെ നമ്മൾ ഇവിടെ ചേർക്കണം, -1. കേട്ടോ? ഇത് സ്കൂളിലോ? നിങ്ങൾക്കില്ലേ ടീച്ചേഴ്സ് ഐഡി കാർഡ്? സ്കൂൾ ഫിഗറാ? SACT ഉദ്യോഗമുണ്ട്. നീ അതാണ് വായിച്ചിട്ടിരുന്ന. അടുത്ത ക്വസ്റ്റ്യൻ e⁻tan ഇൻവേഴ്സ് x. എന്തിനു കൊടുക്കോടോ സബ്സ്റ്റിറ്റ്യൂഷൻ? ഇതില് 1 + x² ആണോ?
ടാൻ ഇൻവേഴ്സ് എക്സ് ആണോ? ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് 1/1 + x². അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സിന് ഡെറിവേറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം കേട്ടോ. E raised to tan inverse x. ഫൈനൽ ആൻസർ ആണോ? കിട്ടിയാ? കഴിഞ്ഞ ചാപ്റ്റർ എവിടെ വരെ? തുടങ്ങാൻ പോണാ? ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ കഴിഞ്ഞ എന്താ കിട്ടിയ ആൻസർ? e⁻t ആ. ടി ടാൻ ഇൻവേഴ്സ്. ഇനി അടുത്തത് e⁻2x - 1 by e⁻2x + 1 ഇന്റഗ്രൽ ഓഫ് dx. ഈ ഇന്റഗ്രേഷനും dx ഒക്കെ ഇട്ടോളൂട്ടോ. ആന്നാ ഈ സൈനും ഈ dx ഒക്കെ ഇടണമെന്ന് ആൻസർ എടുത്ത് എഴുതുമ്പോഴേ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോഴത്തേക്കും അപ്പൊ കൺഫ്യൂഷൻ വരും എവിടെയാണ് കൊണ്ട് ഇടണ്ടെന്നുള്ളത്. ധവൻ അതൊന്നും എഴുതിയിട്ടില്ല, വെറുതെ അങ്ങ് എഴുതി പോണേ. നീ തന്നെ ഇവിടെ എഴുതിയപ്പോ ബോർഡിൽ എഴുതിയപ്പോ ഇട്ടില്ലല്ലോ. ആ അപ്പൊ എവിടെ വെച്ചിട്ടാണ് അവർ ഇന്റഗ്രേറ്റ് ചെയ്തെന്ന് നോക്കൂ. ആ അപ്പൊ ആൻസറിൽ വിചാരിക്കും അവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ആൻസർ അങ്ങ് പോണേന്ന് വിചാരിക്കും. ടെൻഷനാ ഇവിടെയാണോ നിനക്ക് ടെൻഷൻ? ഇതില് നമ്മള് e⁻x വെച്ചിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം കേട്ടോ. e⁻x ആകുമ്പോഴത്തേക്കും സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ 2x എന്താവും? മൈനസ് കൊണ്ട് വന്ന് x ആയിരിക്കും. ഡിവൈഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ e⁻x. ആ എടുക്കല്ലേടാ ആദ്യം അതിന് മുമ്പ് 2x ഇത് ചിലപ്പോ ചോദിക്കുന്ന ആൻസർ ഇട്ട e⁻x ബൈ ഇതിനെ നമ്മൾ e⁻2x + 1 ബൈ e⁻x എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്യണം കേട്ടോ. മുകളിലും താഴത്തും ഡിവൈഡ് ചെയ്ത് ഞാൻ ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ എന്നിട്ട് അപ്പൊ എന്താവും? അതൊന്നും കാണിക്കണ്ടല്ലോ. ആ അപ്പൊ അങ്ങനെ ചെയ്ത് വരുമ്പോ e⁻x - e⁻x മനസ്സിലായടാ? ഇതെന്താവും അപ്പൊ? e⁻2x ബൈ e⁻x മൈനസ് 1 ബൈ e⁻x. അടിയിൽ എന്താവും? e⁻2x ബൈ e⁻x പ്ലസ് 1 ബൈ e⁻x. ലോഗ് വരുന്നില്ലല്ലോ അവിടെ. ആ ഫൈനൽ ആൻസർ ലോഗ് കിട്ടിയാടാ. ഇനി എന്ത് ചെയ്യാം? e⁻2x ഈ e⁻x കട്ട് ചെയ്യാല്ല, കട്ട് ചെയ്യാനല്ല മോളോട്ട് എടുക്കണം. അപ്പൊ എന്താവും? e⁻2x മൈനസ് എക്സ് ആകും. അപ്പൊ e⁻x ആകും അല്ലെ. ഇനി ഇതിനെ നമ്മൾ മോളോട്ട് എടുക്കുമ്പോ e⁻−x ആകും. അടിയിലും അങ്ങനെ തന്നെ. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം കേട്ടോ. മുകളിലും താഴ്ച എന്താ? e⁻x വെച്ച് ഡിവൈഡ് ചെയ്ത്. അപ്പൊ എന്താവും? ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എന്നിട്ട് ഈ സാധനത്തിന് e⁻2x ബൈ e⁻x മൈനസ് 1 ബൈ e⁻x സ്പ്ലിറ്റ് ചെയ്ത് അടിയിലും അതുപോലെ സ്പ്ലിറ്റ് ചെയ്ത്. ഇനി e⁻x മുകളിലോട്ട് എടുത്ത് അപ്പൊ എന്താവും? e⁻2x മൈനസ് എക്സ് എന്നായി. അപ്പൊ e⁻2x മൈനസ് എക്സ് e⁻x തന്നെ. ഇനി ഇതിനെ മുകളിലോട്ട് എടുത്തപ്പോഴത്തേക്കും ഇവിടെ e⁻x ആയിരുന്നു, മുകളിലോട്ട് പോകുമ്പോൾ നെഗറ്റീവ് ആവും. e⁻−x ആയി. അടിയിലും അങ്ങനെ തന്നെ. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇത്രയും സ്റ്റെപ്പ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം കേട്ടോ.
അപ്പൊ ഏതിന്റെ അടിയിലത്തിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് മുകളിലത്തെ കിട്ടുള്ളൂ. അപ്പൊ അടിയിലത്തെ ഡിനോമിനേറ്ററിന് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു ടി. ഡി ടി എന്ന് പറയുമ്പോൾ ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി ബൈ ഇവിടെ ഒരു ഡി എക്സ് ഉണ്ട്, ഡി എക്സ് ഈക്വൽ ടു ഡി ടി. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാലോ. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒരു മാർക്കിന് ഇത് ചിലപ്പോൾ ഒരു മാർക്കിന് സാധനം കാണാറുണ്ട്. വരൂലെന്നല്ലേ? പോടാ. അപ്പൊ എങ്ങനെ വന്നു? നമുക്ക് മുകളിലത്തെ അതിന് പകരം ഇന്റഗ്രൽ ഓഫ് ഡി ടി എഴുതാം. ഈ ഒറ്റ സാധനത്തിനാണ് 1/t 1/t ഡി ടി. അപ്പൊ ലോഗ് ടി കേട്ടോ. അടുത്ത മഴ വരുന്നു. നിങ്ങൾക്ക് ഈ സാറ്റർഡേ ക്ലാസ് ഉണ്ടോ? ഓണത്തിന് 10 days ഹോളിഡേ കിട്ടുമോ? 2 ദിവസം ഉണ്ടാവും. ഞങ്ങക്ക് 10 ദിവസം ഉണ്ടല്ലോ. നിനക്കാടാ 10 ദിവസം. ദേവന ഓണത്തിന് ഹോളിഡേ 10 ദിവസം ഇല്ല. സ്കൂളില് പൂജ ഹോളിഡേസിന് 10 ദിവസം. അത് കൊള്ളാം. പൂജ ഡേയ്സിന് നിങ്ങൾക്ക് കിട്ടില്ലേ 3 days? ഈ പ്രാവശ്യം മിഡിൽ വെച്ചിട്ടാ. അപ്പൊ ചൊവ്വ ബുധൻ വ്യാഴം ആ റേഞ്ചില. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഇ റേസ് ടു 2x മൈനസ് e raised to minus 2x by ഇതിലൊന്നും ചെയ്യണ്ട. അടിയിലത്തെ ഡിനോമിനേറ്ററും അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം വിദ്യാർത്ഥി. ഇ റേസ് ടു 2x പ്ലസ് ഇ റേസ് ടു മൈനസ് ഈ മൊത്തം ടൈമിന് കൊടുക്കണം. ഇല്ല 26 ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ. 20 ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ. ഇനി 6 ക്വസ്റ്റ്യനാ? 37 ക്വസ്റ്റ്യൻ ഉണ്ട്. 37 ക്വസ്റ്റ്യൻ ചെയ്യോ? വന്നിട്ട് ചെയ്യടാ. വേഗം ചെയ്യാം. അപ്പൊ പെട്ടെന്ന് വെക്കാം. നിങ്ങളൊരു വിത്തിൻ 2 സെക്കൻഡിനൊക്കെ ആൻസർ പറഞ്ഞാൽ പെട്ടെന്ന് തരും. അടുത്ത ദിവസം എഴുതിയിട്ടേക്കുന്നത് അല്ല. ഇതിൽ അടിയിലത്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം കേട്ടോ. അപ്പൊ എത്ര കിട്ടി ആൻസർ? ഇവിടെ ഒരു dx കൂടി. ഇവിടെ 2 ഉണ്ടല്ലേ. അങ്ങനെ അപ്പുറത്തോട്ട് എടുത്തോ. dt ബൈ 2 അപ്പുറത്തോട്ട് എടുത്തോ. dt ബൈ 4. 2 മൈനസ് ഇല്ല അതിന്റെ ഇടയിൽ. മൈനസ് ഇട്ടിട്ടില്ലേ? പ്ലസ് ആണ് കേട്ടോ അത്. അപ്പൊ പ്ലസ് അവിടെ മൈനസ് ആവും. അത് വന്നില്ലേ? അതായത് ഇ റേസ് ടു 2x അല്ലേ? ഇ റേസ് ടു 2x പ്ലസ് ഇ റേസ് ടു മൈനസ് 2x ഇസ് ഈക്വൽ ടു t. അപ്പൊ ഇന്റഗ്രേറ്റ് ഇ റേസ് ടു 2x എന്ത് വരും? 2 ഇ റേസ് ടു 2x മൈനസ്
ഇ റേസ് ടു 2x 2 ഇ റേസ് ടു 2x ഇസ് ഈക്വൽ ടു ഡി ടി. ഇവിടെ ഒരു ഡി എക്സ് ഉണ്ട്. ഡി എക്സ് ഏതാ? ഇതാ. അത് മൈനസ്. ഇനി 2 പുറത്തെടുക്കാം. അപ്പൊ ഇ റേസ് ടു 2x മൈനസ് ഇ റേസ് ടു മൈനസ് 2x ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. ഇനി നമുക്ക് ഈ 2 പുറത്തെടുക്കാം. എടാ എന്താ അവിടെ? ഡി ടി ബൈ 2. ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കിട്ടിയാ? അക്കിന് കിട്ടിയാ? എന്തോ കിട്ടിയില്ല. എടാ ചെയ്താ? ഇത് ചെയ്താ? ചെയ്യടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക ഇതിന്, അടിയിലത്തെ സാധനത്തിന്. ഇ റേസ് ടു 2x പ്ലസ് ഇ റേസ് ടു മൈനസ് 2x ഇക്വൽ ടു ടി. ഇനി നേരെ ഇതിലോട്ട് ആൻസറിലോട്ട് വിച്ച് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് കിട്ടിയാടാ? ഇതന്നെയാണ് കിട്ടിയ? അടുത്തത് എടാ, അടുത്ത ക്വസ്റ്റ്യൻ കിട്ടിയ അഭിരാം? ഉറങ്ങണേടാ നീ? ആർക്കാ ഉറക്കാൻ വേണ്ട? അല്ല ഇവിടെ ഒന്ന് ചെയ്യാം. ആര്? അവനിപ്പ എണീറ്റിട്ടേ. രണ്ടുപേരും ഞാനിപ്പോ പൊടി വിളിച്ചിരിക്കാം. അടുത്തത് എന്നാ? ദേവന് നീ ഒന്ന് ചെയ്തേ. ദേവനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ബാ, ഇത് പെട്ടെന്ന് ചെയ്യാൻ കിട്ടും. ബാ, അത് വേണം. ബാ, ഞങ്ങളുടെ ഉറക്കൊന്നും പോട്ടെ. ബാ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാ. ബാ, ഇതില് ടാൻ സ്ക്വയർ എക്സിന് പകരം നമുക്ക് എന്ത് ചെയ്താ? സീക് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് എഴുതാലോ, അല്ലേ? അപ്പൊ അതിന് നമ്മൾ അങ്ങനെ ചെയ്തിട്ടാണ് അടുത്തതിൽ ഇന്റഗ്രേറ്റ്. സീക് സ്ക്വയർ 2x മൈനസ് 3 മൈനസ് 1 ഡി എക്സ്. കേട്ടാ? അതിനൊന്ന് മാറ്റി എഴുതിയിരിക്കണം. ടാൻ സ്ക്വയർ എക്സിന് സീക് സ്ക്വയർ ഓഫ് 6 സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞു. ഇതെങ്ങനെ വായിച്ചോടാ? അത് വായിച്ചോ. ഇനി 2x മൈനസ് 3ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ടി കൊടുക്കാം കേട്ടോ. 1/tan ഇക്വേഷൻ കിട്ടിയ. ഫൈനൽ ആൻസർ എത്ര കിട്ടിയ? 1/. അതായത് dt ഈക്വൽ ടു 2 dt ബൈ 2. അപ്പൊ നീ എന്താ ഡെറിവേറ്റീവ് കൊടുത്ത? ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ 1/t സ്ക്വയർ തന്നെയാണ് കിട്ടണം. ഡെറിവേറ്റീവ് എടുക്കുമ്പോ അല്ലേ? അപ്പൊ അത് ശരിയാവില്ലല്ലോ. ഓഫാണ്, പേടിക്കണ്ട. 2x മൈനസ് 3 ഈക്വൽ എന്ത് കൊടുത്തു? ടി. ഡെറിവേറ്റീവ് എടുത്ത എന്താ? 2x മൈനസ് 3യുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോ അത് സീക് സ്ക്വയറിന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ. സീക് സ്ക്വയറിന് ഇന്റഗ്രൽ എന്താ? ടാൻ. ടാൻ സ്ക്വയറിന് ഇന്റഗ്രൽ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. അതായത് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെടാ, അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 dx is equal to തലക്കിട്ടാൻ കൂട്ടും ഡെറിവേറ്റീവ് എടുക്കുമ്പോ 2 dx is equal to dt. ഇനി ഇട്ട് കൊടുത്തു.
2 എന്ന് പറഞ്ഞ ടൈം വരുന്നില്ലല്ലോ അതിൻ്റെ അകത്ത്. പിന്നെ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി ബൈ 2. അതേതു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി ബൈ 2. അവിടെ ഇന്റഗ്രലൊക്കെ വരച്ച് സീക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താ? ടാൻ. ഇനി ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്തു. ആ ഡി ടി ബൈ 2 1/2 എടുത്ത് കൊടുത്തിട്ട് അതവിടെ എനിക്ക് കുഴപ്പമില്ല. 1/2 കൊടുത്തത് ഇന്റഗ്രൽ സീക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ ആണ്. ഇന്റഗ്രൽ വേണ്ട, സീക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ ടാൻ ടി. വണ്ണിന്റെ ഇന്റഗ്രൽ എന്താടാ? വണ്ണിന്റെ ഇന്റഗ്രല് അപ്പൊ ഇവിടെ എന്താ വരണ? ഫൈനൽ ആൻസർ 1/2 ടാൻ 2x - 3 - x കേട്ടോ. കേട്ടോ ഇതെന്തായാലും ചെയ്യാം. കറക്റ്റ് ചെയ്താന്നത്തെ പിന്നെ ചെയ്യടാ. ഇങ്ങനെ കിടന്ന് മുഖം കിടന്ന് ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല. ചെയ്. ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലാണ്ടും ചെയ്യാട്ടാ. എന്താണ് സീക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താ? സീക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താ? ടാൻ. അപ്പൊ ടാൻ 7 - 4x. ഇനി ഈ 7 - 4x ഇന്റഗ്രൽ അത് കിട്ടാൻ കൂടെ സീക്സ് സ്ക്വയർ നമ്മൾ സീക്സ് സ്ക്വയർ ആക്കിയിട്ടില്ലേ? ടാൻ സ്ക്വയർ പറ്റാത്തത്. ടാൻ സ്ക്വയർ ആയത് ഇത് ഡയറക്റ്റ് സീക്സ് സ്ക്വയറിൽ വന്നേക്കണം. അപ്പൊ നോക്കിയൊക്കെ സീക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രലാണ് ടാൻ 7 - 4x. ഇനി 7 - 4x 7 ഇന്റഗ്രൽ എന്താ? അല്ല 7 - 4x ഇന്റഗ്രൽ എന്താ? എന്ത് വരും? ഡിവൈഡ് ബൈ ഡെറിവേറ്റീവ്. അപ്പൊ -4 -4x ഇന്റഗ്രൽ ഡിവൈഡ് ബൈ -4. സബ്സ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ചെയ്യണേ അങ്ങനെ ചെയ്യാം. ഇതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. 7 - 4x അത് ചെയ്യും. അതല്ലേ അത് എന്തോ ബൈ -4. ആ ഇതിപ്പോ ബൈ -4 ആൻസർ കിട്ടും. അവൻ പറഞ്ഞത് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? അപ്പൊ സീക്ക് 7 - 4x = t. എന്ത് വരും? 4x ഇന്റഗ്രൽ -x - dx = dt അല്ലെ? അപ്പൊ -4 dx = dt. അപ്പൊ dx = dt by -4. എന്നിട്ട് നമ്മൾ ഇതിന് എന്ത് ചെയ്യണേ? ഈ dxന് പകരം ഇന്റഗ്രൽ ഓഫ് സീക്ക് സ്ക്വയർ t dt by -4. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഒഴിഞ്ഞു കിട്ടും നിങ്ങളുടെ. ഇനി -4 എടുത്ത് കൊടുത്തു. അപ്പൊ -1/4 സീക്ക് സ്ക്വയർ t dt. അതായത് -1/4 tan t. It is equal to -1/4 tan 7 - 4x. ഇതാണ് എളുപ്പം. ഇങ്ങനെ ചെയ്യാം. അവനതാ എളുപ്പം. മറ്റേതാവുമ്പോ എവിടെ ഇവന്മാർക്ക് മൈനസ് ഒക്കെ കിട്ടുമോടാ? അപ്പൊ നിങ്ങൾ കൂടുതൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയായിട്ട്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണോ? അതെ.
എടാ അടുത്ത ക്വസ്റ്റ്യൻ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതിലെവിടെ കൊടുക്കാം അഭിരാം സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ? ആണോ സൈൻ ഇൻവേഴ്സ് എക്സിന്? കാരണം അതിന്റെ ആ എടാടാ ചെയ്തണ്ടേ. കിട്ടിയാ? ഇതിനെന്താ എന്തിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടെ ഒരു സാധനം കിട്ടണം. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/√1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ ആ സാധനത്തിന് എന്ത് ചെയ്യണം? സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടി. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ? 1/√1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ വരുമ്പോഴത്തേക്കും വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ടി ഡി ടി തന്നെ വരും കേട്ടോ അല്ലേ? ഇത് ടി, ഇതിന് നമുക്ക് ഡി ടി നേടി. ഈ മൊത്തം ടൈമിനാ 1/, അതിന് ഡി ടി നേടി. അപ്പൊ എങ്ങനെ ടി റേസ് ടു കഴിഞ്ഞാടാ? ഒരു 5 മിനിറ്റ് റെസ്റ്റ്. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം കൂടി ചെയ്യാം ക്ലാസ്. അത് ഇത് ചെയ്താ നീ? ഇത് ചെയ്താ? നോക്കി ചെയ്തു തന്നെ ചെയ്തില്ലേ? നോക്കി ചെയ്യണമെങ്കിൽ ഇതണ്ട, ഇതിലുണ്ട്. ആ ബൈജൂസിൽ എവിടെയെങ്കിലും കയറി നോക്കും. നീ എന്തിനാ ഇത് നോക്കി ചെയ്തിട്ട് പോയിട്ട്? നീ തന്നെ ചെയ്ത, നീ തന്നെ ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി. വെറുതെ നോക്കി കോപ്പി അടിച്ച് ചെയ്ത് വെക്കണ്ട. എടാ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോയിക്കോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ അടിയിലത്തെ ഏരിയന്ന് എടാ അടിയിലത്തെ ഏരിയന്ന് 2 കോമ പുറത്തെടുക്കാം കേട്ടോ. അതിന്റെ ടി കൊടുക്കാം. അടിയിലത്തെ ഡിനോമിനേറ്ററിന് 2 കോമ പുറത്തെടുക്കാം. എന്നിട്ട് അതിന് ടി കൊടുക്കാം. ചെയ്തേ.
ചെയ്ത ക്വീൻ. ആരാ ടൂട്ടി എന്ന് പറഞ്ഞ നീയാണോ? മോളിലത്തെ എന്തേലും ഡിറ്റി ഡിറ്റി ആണോ? എന്താ ഏതാ ഇന്റഗ്രേഷനാ? അവർക്ക് ഇന്റഗ്രേഷൻ ഇല്ലല്ലോ. ഇത് മോളിലത്തെ എന്ത് വരും നമുക്ക്? ഡി ടി. മനസ്സിലായ? സമയം എത്ര? 5 കിട്ടാ. ഇനി ഇന്റഗ്രേഷൻ അത് ഇതും സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയല്ലേ? ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസിന്റെ ഇന്റഗ്രേഷൻ യൂസിങ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്. നെക്സ്റ്റ് 7.3 ഇത് തന്നെയല്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയല്ലേ? ട്രിഗണോമെട്രി. അഭിരാം ട്രിഗണോമെട്രിയുടെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വരുന്ന കേട്ടാ. ആ +1 ടെക്സ്റ്റിലെ പേജ് അങ്ങ് ചെയ്തെടുത്തിട്ട് വരും. ലാസ്റ്റത്തെ ചാപ്റ്ററിന്റെ പഠിക്കണ്ട, കീഴ് വെച്ചാൽ മതി അവിടെ കയ്യിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതാ ഉള്ളത്? നിങ്ങൾക്ക് ഇപ്പൊ ഏതാ എടുത്തോണ്ടിരിക്കണം? 7. നിങ്ങളുടെ ഡെഫിനിറ്റാ തുടങ്ങാൻ പോണേയുള്ളോ? ആവട്ടെ, സമയം തന്നെ. അത് നോക്കിയിട്ട്